ഒരു ഭാഗത്ത് നിന്ന് റാലി ആരംഭിച്ചിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. വിഷ്ണു സുരേഷ് കൂടുതൽ വിവരങ്ങൾ നൽകും. വിഷ്ണു, അങ്ങനെ ബോൺ നാത്താലയുടെ ഭാഗമായിട്ടുള്ള റാലി ഇപ്പോൾ തുടങ്ങിയിട്ടുണ്ടെന്ന് മനസ്സിലാക്കുന്നു. നഗരത്തിലെങ്ങും റെഡ് ഇട്ട പാപ്പന്മാരാണെങ്കിൽ ഇതിപ്പോൾ എല്ലാവരും വെള്ളയിട്ടതായിട്ടാണല്ലോ കാണുന്നത്. ഈ റാലി എവിടെ നിന്നാണ് ആരംഭിച്ചത്? പ്രവിധ മുമ്പിൽ നിൽക്കുന്ന പാപ്പമാരൊക്കെ രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ടുള്ള പാപ്പമാരാണ്. പുറകിലാണ് യഥാർത്ഥ പാപ്പമാരുള്ളത്. അല്പസമയം മുമ്പാണ് ഇതിന്റെ ഔദ്യോഗിക ഫ്ലാഗ് ഓഫ് നടന്നത്. അതിനുശേഷം തൃശ്ശൂർ സെന്റ് തോമസ് കോളേജിൽ നിന്ന് ഈ പറയുന്ന ബോൺ നാത്താലെ സ്വരാജ് ഗ്രൗണ്ടിലേക്ക് നടന്നു വരുന്ന ദൃശ്യങ്ങളാണ് കാണുന്നത്. അതിന് മുൻപിൽ ഈ പരിപാടിക്ക് നേതൃത്വം കേന്ദ്ര സാംസ്കാരിക ടൂറിസം ക്യാബിനറ്റ് മന്ത്രി ഗജേന്ദ്ര സിംഗ് ഷെഖാവത്ത്, കേന്ദ്ര സഹമന്ത്രിമാർ സുരേഷ് ഗോപി, അതോടൊപ്പം മന്ത്രി കെ രാജൻ, ആർ ബിന്ദു, തൃശ്ശൂരിന്റെ പുതിയ മേയർ അടക്കമുള്ള ആളുകളാണ് ഈ റാലിയെ അനുഗമിച്ച് മുൻപിൽ വരുന്നത്. അതിന് പുറകിലായി 150ഓളം വരുന്ന ഇടവകളിൽ നിന്ന് 15,000-ഓളം വരുന്ന പാപ്പാഞ്ഞിമാർ പുറകിലുണ്ട്. അവർ ഈ തൃശ്ശൂർ സ്വരാജ് റൗണ്ടിലേക്ക് എത്തുമ്പോഴാണ് ഗാനങ്ങൾക്കനുസരിച്ച് പാപ്പാഞ്ഞി ചുവടുകൾ വെക്കുക. ഒപ്പം അതിന്റെ പുറകിലായി നിശ്ചല ദൃശ്യങ്ങളുണ്ട്. നിശ്ചല ദൃശ്യങ്ങളും ഈ ബോൺ നാത്താലയുടെ ഒരു പ്രധാനപ്പെട്ട ആകർഷണമാണ്. തൃശ്ശൂർ ഇതാ കളറാകുകയാണ്. ഇന്ന് തൃശ്ശൂരിന്റെ രാത്രിക്ക് ചുവപ്പ് ആണ് നിറം. അത് ബോൺ നാത്താല നടക്കുന്ന എല്ലാ വർഷങ്ങളും എല്ലാ ദിവസവും തൃശ്ശൂരിന്റെ രാത്രിക്ക് ചുവപ്പ് നിറമാണ്. നേരത്തെ വർണ്ണവാദ്യ ഘോഷങ്ങളാണ് പൂരങ്ങൾ ഉണ്ടാകുമെങ്കിൽ ഇവിടെ നിറത്തിന്റെയും അതോടൊപ്പം ചുവടിന്റെയും നൃത്തത്തിന്റെയും ഒക്കെ സന്തോഷങ്ങളാണ് ബോൺ നാത്താലെ പങ്കുവെക്കുന്നത്. ഒരു സെക്കുലർ ആശയം, മതനിരപേക്ഷതയുടെ അടയാളമായി എല്ലാം കണക്കാക്കപ്പെടുന്ന ബോൺ നാത്താലെ ആരംഭിച്ചിരിക്കുന്നു. 2025 ബോൺ നാത്താലെ ആരംഭിച്ചിരിക്കുന്നു. തൃശ്ശൂർ അതിരൂപതയും തൃശ്ശൂർ പൗരാവലിയും ചേർന്നാണ് ഇത്ര വലിയൊരു ആഘോഷ പരിപാടി 2013 ആരംഭിച്ചത്. 2013 ചെറിയ രീതിയിൽ ആരംഭിച്ചൊരു പരിപാടി 2014 എത്തുമ്പോൾ 18,000-ഓളം വരുന്ന പാപ്പമാരെ അണിനിരത്തി അത് ചരിത്രത്തിന്റെ ഭാഗമാക്കാൻ ഈ സംഘാടക സമിതിക്കായിട്ടുണ്ട്. പിന്നീട് തുടർച്ചയായി ഇത്രയും വർഷം അത് ഒരു തരത്തിലുള്ള പ്രശ്നങ്ങളുമില്ലാതെ വളരെ ഗംഭീരമായി കൊണ്ടുപോകാനും അതോടൊപ്പം ഓരോ വർഷം കൂടുന്തോറും സാങ്കേതിക വിദ്യ അടക്കം ഉപയോഗിച്ച് കൂടുതൽ അപ്ഡേറ്റ് ആക്കി മുന്നോട്ട് കൊണ്ടുപോകാനും ഒക്കെ തൃശ്ശൂർ ബോൺ നാത്താലേക്ക് സാധിച്ചിട്ടുണ്ട്. അതിൻ്റെ ഏറ്റവും അടിപൊളി ഉദാഹരണമാണ്, ഏറ്റവും അടിപൊളി കാഴ്ചയാണ് ഇന്ന് നമ്മൾ കാണുന്നത്. 15,000-ഓളം വരുന്ന പാപ്പമാർ, അത് പ്രായഭേദ മതവ്യത്യാസങ്ങളൊന്നുമില്ലാതെ എല്ലാവരും ഈ ബോൺ നാത്താലയുടെ ഭാഗമായി പങ്കെടുക്കുന്നു. അവരെ കാണാൻ വേണ്ടി, ബോൺ നാത്താല റാലി കാണാൻ വേണ്ടി തൃശ്ശൂർ ഒന്നാകെ ഈ തൃശ്ശൂർ റൗണ്ടിലേക്ക് എത്തുന്ന കാഴ്ചയും നമ്മൾ കാണുന്നത്. തൃശ്ശൂരെ സംബന്ധിച്ച ആഘോഷം അവരുടെ രക്തത്തിൽ അലിഞ്ഞു ചേർന്നൊരു കാര്യമാണത്. പൂരമാണെങ്കിലും പുലികളിയാണെങ്കിലും മറ്റ് ആഘോഷ പള്ളിപ്പെരുന്നാളാണെങ്കിലും എന്താണെങ്കിലും ആഘോഷത്തിന് തൃശ്ശൂരിലൊരു പഞ്ഞവുമില്ല. ആ ആഘോഷത്തിന് മാറ്റുകൂട്ടുന്ന ഒന്നാണ് ബോൺ നാത്താലെ. ആ ബോൺ നാത്താലെ 2025 ആരംഭിച്ചിരിക്കുന്നു. പ്രായഭേദ വ്യത്യാസമില്ലാതെ 2 വയസ്സ് മുതലുള്ള അല്ലെങ്കിൽ 3 വയസ്സ് മുതലുള്ള പാപ്പാഞ്ഞിമാരും 90 വയസ്സുള്ള പാപ്പാഞ്ഞിയൊക്കെ ഉണ്ട്. അങ്ങനെ വളരെ ഇൻക്ലൂസീവ് ആയിട്ടുള്ള സന്ദേശം കൂടി നൽകുന്ന എല്ലാ വിഭാഗങ്ങളും ഉൾപ്പെടുത്തിക്കൊണ്ട് ഭിന്നശേഷിക്കാരായ ആളുകളെയൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള വളരെ ഇൻക്ലൂസീവായ ഒരു ആഘോഷ പരിപാടിയാണ്. അതോടൊപ്പം തന്നെ ഒരു സാംസ്കാരികതയുടെ കേരളത്തിൻ്റെ സാംസ്കാരികതയുടെ അടയാളമായി മാറുന്നു. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ വളരെ സങ്കടത്തോടു കൂടി റിപ്പോർട്ട് ചെയ്ത പല കാര്യങ്ങളുണ്ട്. കേരളത്തിലടക്കം ആ കരാൽ സംഘത്തിന് നേരെ വ്യാപകമായ ആക്രമണം എന്നൊക്കെ പറയുമ്പോൾ അതെല്ലാം അങ്ങനെയൊന്നുമല്ല. ഇവിടെ ഞങ്ങൾ ഒരു സെക്കുലർ മുദ്രാവാക്യം മുന്നോട്ട് വെക്കുന്നു എന്നുള്ളതിൻ്റെ അടയാളമാണ് ഈ കാണുന്ന ബോൺ നാത്താലെ എന്നതിൽ ഒരു തർക്കവുമില്ല. അത് തൃശ്ശൂർ റൗണ്ടിലേക്ക് ഒരു 100 മീറ്റർ കൂടി മാത്രമാണ് ദൂരമുള്ളത്. അവിടെ എത്തിയ ശേഷമായിരിക്കും ഇതിൻ്റെ ഗാനങ്ങളും അതിനോടൊപ്പം തന്നെയുള്ള നൃത്തങ്ങളും ഒക്കെ ആരംഭിക്കുക. ആ നൃത്തത്തിൻ്റെ ചുവട്, വസ്ത്രങ്ങളുടെ എല്ലാം ഏകീകരണം അതെല്ലാം പരിഗണിച്ചായിരിക്കും ഇതിൻ്റെ ഒരു കപ്പ് ആര് നേടും എന്നുള്ളതൊക്കെ മനസ്സിലാക്കുക. തൃശ്ശൂർ പൂരം കുറിച്ച് നമ്മൾ പറയാറുണ്ട്, ഓരോ വർഷം കഴിയുമ്പോഴും അടുത്ത വർഷം തൃശ്ശൂർ പൂരത്തിനായുള്ള കാത്തിരിപ്പാണെന്ന്. ബോൺ നാത്താലെയും അങ്ങനെ ഒരു കാത്തിരിപ്പിൻ്റെ, അങ്ങനെ ഒരു ഇഷ്ടത്തിൻ്റെ ഒക്കെ അടയാളമായി മാറിയിട്ടുണ്ട്. ഓരോ വർഷവും ബോൺ നാത്താലേക്ക് വേണ്ടി ആളുകൾ കാത്തിരിക്കുന്ന കാഴ്ച നമ്മൾ കാണുന്നത്. തൃശ്ശൂർ കളറാകാൻ പോവുകയാണ്. ഇന്നത്തെ തൃശ്ശൂരിൻ്റെ രാത്രിയുടെ കളറ് അത് ചുവപ്പാണ്, അതിലൊരു തർക്കവുമില്ല. എല്ലാ തവണ ബോൺ നാത്താലെ നടക്കുമ്പോൾ നേരത്തെ സൂചിപ്പിച്ച പോലെ തൃശ്ശൂരിന് ചുവപ്പ് നിറമാണ്. ഈ മുമ്പിൽ കാണുന്ന വെളുത്ത പാപ്പാഞ്ഞിമാർ മാത്രമാണ് ഈ ഇന്ന് വെള്ളയിട്ട് വന്നിരിക്കുന്നത്. ബാക്കി അതിൻ്റെ പുറകിലൊക്കെ വമ്പൻ കളറാണ്. അത് കുട്ടികളൊക്കെ വലിയ ആവേശത്തിലും ആഘോഷത്തിലും ആണ്. അവർക്കൊന്നും ഒരു മടുപ്പുമില്ല. അവർ എത്ര നേരം വേണമെങ്കിലും ഇതിൻ്റെ ഭാഗമായി നിൽക്കാനൊക്കെ തയ്യാറായിട്ടുള്ള ജെൻസി കിഡ്സ് എന്നൊക്കെ വിളിക്കുന്ന ആളുകളാണ് ഇതിൽ കൂടുതലായി എത്തിയിട്ടുള്ളത്. അവരെല്ലാവരും ആവേശത്തിൻ്റെ പാരമ്യത്തിലാണ്. അല്പസമയത്തിനകം തന്നെ നൃത്തം ആരംഭിക്കും. തൃശ്ശൂർ വീണ്ടും ഒരു ആഘോഷ രാവിലേക്ക് പോകുകയാണ്. അതിന് മതത്തിൻ്റെയോ അല്ലെങ്കിൽ മറ്റ് ജെൻഡറിൻ്റെയോ ഒരു തരത്തിലുള്ള വേർതിരിവുമില്ല. എല്ലാവരെയും ഉൾപ്പെടുത്തിക്കൊണ്ട് ഈ പറയുന്ന ക്രിസ്മസ് നേരത്തെ പള്ളിക്കുള്ളിൽ മാത്രം, ആൻഡ്രൂസ് താഴത്തിൻ്റെതാവ് തന്നെ ഇതിൻ്റെ ഒരു ആശയമായി മുന്നോട്ട് വെച്ചത് ക്രിസ്മസ് സാധാരണഗതിയിൽ പള്ളിക്കുള്ളിലാണ് ആഘോഷിക്കുന്നത്. അത് ഏതെങ്കിലും ഒരു
പക്ഷേ അങ്ങനെയല്ല, കേവലം ഒരു മതത്തിൻ്റെ മാത്രം ആഘോഷമല്ല ക്രിസ്മസ്. അതിനപ്പുറത്ത് ഇതൊരു സാംസ്കാരികതയുടെയും ഒരു മതസൗഹാർദ്ദത്തിൻ്റെയും എല്ലാ സർവ്വ മതങ്ങൾക്കും അല്ലെങ്കിൽ സർവ്വ മനുഷ്യർക്കും വേണ്ടിയിട്ടുള്ള ഒരു ആഘോഷമാണ് ക്രിസ്മസ്. ആ ആശയമാണ് ബോൺ നത്താലയായി 2013 പിറന്നത്. അതിപ്പോൾ ഈ 13 വർഷത്തോളം ഇങ്ങനെ ഒരു തരത്തിലുള്ള കോട്ടവും തട്ടാതെ അതിഗംഭീരമായി മുന്നോട്ട് പോകുകയാണ്. അതിന് തൃശ്ശൂർക്കാർക്കും അതോടൊപ്പം ഇതിൻ്റെ സംഘാടകർക്ക്, തൃശ്ശൂർ അതിരൂപത, പൗരാവലി, ഒപ്പം ഇവിടുത്തെ മനുഷ്യരെ, ഇവിടുത്തെ നാട്ടുകാരെല്ലാവരും ആ ആഘോഷത്തിൻ്റെ ഭാഗമായി എത്തുന്നുണ്ട്. നേരത്തെ പുലികളിക്കൊക്കെ നമുക്കറിയാം ഈ തൃശ്ശൂർ റൗണ്ടിലൊക്കെ എത്രത്തോളം ആളുകളെ കാണുമോ അത്ര ആളുകൾ, അതിനേക്കാൾ അല്ലെങ്കിൽ അത്തരം തന്നെ ആളുകൾ ഇപ്പോഴും ഈ ബോൺ നത്താലെ കാണുന്നതിന് വേണ്ടിയിട്ടും എത്തിയിട്ടുണ്ട്. അത് ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.